ഇതിലോട്ട് അല്പം കായം കൂടെ ചേർക്കുക. വീഴുന്നില്ലല്ലോ. ഞാനിപ്പോൾ കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. മതിയോ? ഇടാനുള്ള മാങ്ങ നാടൻ മാങ്ങയുടെ ചെറിയ മാങ്ങ വേണോ കണ്ണിമാങ്ങ വേണോ എടുക്കാൻ. ആ മാങ്ങ ഒരു 2 ആഴ്ചയോളം കഴുകി വെള്ളം തോരാൻ വെച്ചിട്ട് അത് കുപ്പിയിലാക്കി കുപ്പിക്കകത്ത് ആവശ്യത്തിനുള്ള കല്ലുപ്പിടണം. കല്ലുപ്പിട്ടിട്ട് ഒരു ദിവസം 2-3 പ്രാവശ്യം കുലുക്കി കൊടുക്കണം. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങുന്ന ആ വെള്ളമേ അതിനകത്ത് പാടുള്ളൂ, വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അങ്ങനെ 2 ആഴ്ച വെച്ചിരുന്നതിന് ശേഷം കടുക് മാങ്ങ അച്ചാർ ഇടണം. അതിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചെറിയതായിട്ടൊന്ന് ചൂടാക്കണം. പിന്നെ പച്ചക്കടുക് വെയിലത്ത് വെച്ച് ഉണക്കി ചെറിയ കുഴവി വെച്ച് തേച്ച് അതിൻ്റെ തൊലിയെല്ലാം പാറ്റി കളഞ്ഞ് അകത്തെ പരിപ്പ് മാത്രം എടുക്കണം. എന്നിട്ട് ഈ മുളക് പൊടി ഈ മാങ്ങയ്ക്കകത്തോട്ട് ഇട്ടിളക്കണം. അതിൻ്റെ കൂടെ കടുക് ഇടണം. അത് കഴിഞ്ഞ് പച്ച നല്ലെണ്ണ ആവശ്യത്തിന് അതിനകത്തൊഴിച്ച് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കുക. അത് മാങ്ങ ഇരിക്കും തോറും ചൊങ്ങി ഇങ്ങനെ ചുളുങ്ങി വരും. അന്നേരമേ ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ. 1 മാസത്തോളം 2 മാസത്തോളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി കടുക് മാങ്ങ അച്ചാറായിരിക്കും. അമ്മയ്ക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയത്തില്ല, അതാണ് അമ്മയുടെ അടുത്ത് വന്ന് പഠിക്കുന്നത്. പിടിക്കുമ്പോൾ ആ ഉപ്പും മയങ്ങ് പോകും. ഇതിനകത്ത് വെള്ളം ഈ പാലക്കകത്ത് അധികം വെള്ളം ഇട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇടണം. അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത്. ഇനി ഇത് അടുപ്പേ വെച്ചുള്ള പരിപാടിയൊന്നും ഇല്ല, മുളക് മാത്രം ചൂടാക്കത്തുള്ളൂ. മുളക് പൊടി മാങ്ങയ്ക്കകത്തോട്ട് ഇടും. ഇതാണ് അച്ചാർ വീട്ടിലുണ്ടാക്കുന്നത്. ഇത് കാണുമ്പോൾ അറിയാലോ എന്തായിരിക്കും അച്ചാറിന്റെ പരിപാടി എന്ന്. കൈയോട്ട അല്ല, അത് വെളിച്ചെണ്ണ, പച്ച നല്ലെണ്ണ വേണം. നല്ലെണ്ണ നല്ലെണ്ണയാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. നല്ലെണ്ണ ഇപ്പൊ മറ്റു ചുമ്മാ എടുത്ത് കഴിക്കേണ്ട പരുവത്തിലായല്ലോ. മറ്റേ എണ്ണയും വാങ്ങും. കടുക് ഒഴിച്ചു. പിന്നെ പച്ചക്കടുക് വെറുത്ത് വെച്ച് ഉണക്കി തൊലിയെല്ലാം കളഞ്ഞെടുത്തത് അത് വിട്ടു. ഇനി ഇളക്കി ജോയിൻ്റ് ആയി. ആ ശരിയാ, അതെങ്കിലും കൊണ്ട് ഉപകാരം ഉണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ജോലി. ഇനി ഇത് മുഴുവനേ ഉള്ളത്. മറ്റേത് മുറിച്ചത് ഫുള്ള്, ഇത് പകുതി ഉള്ളതാ കേട്ടാ. 2-3 തണ്ട് ഉരി അതിനകത്ത് ഇടുക. മാങ്ങയ്ക്കകത്ത് വെള്ളം നമ്മൾ ഒട്ടും ഒഴിച്ചിട്ടില്ല. ചാറില്ല എന്നുള്ളത് ആണെങ്കിൽ കുറച്ച് വെള്ളം ചെറുതായിട്ട് ചൂടാക്കി കുറേശ്ശെ വെള്ളവും കൂടി ഒഴിച്ച് നെകൊക്കെ ഇങ്ങനെ നല്ലെണ്ണം ഏറ്റവും മേളിൽ കുപ്പിക്കകത്ത് ആക്കി വെച്ച് ഏറ്റവും മേളിൽ പച്ച നല്ലെണ്ണ ഒഴിച്ച് അടച്ച് കെട്ടി വെക്കുക. 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ പതുക്കെ അത് എടുക്കാവുള്ള, ഉടനെ ഒന്നും എടുക്കരുത്. അത്രേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിക്കുക. വേണം. അല്ല, കരിയാപ്പിലയുടെ മണം വരുന്നുണ്ട്. ഇരിക്കുമ്പം വെള്ളം അതിൽ നിന്ന് ഉള്ള മാങ്ങയ്ക്കകത്തൂടെ ഉള്ള വെള്ളം ഇറക്കും ഇപ്പോട്ട്. അപ്പം പുളി വരും. ഇത്
നമുക്ക് മുറിക്കാതുള്ള മാങ്ങ മുഴുവനെ ഇതിപ്പോ ഏത് പൊടിയിട്ട് കാശ്മീരിയാണ്? രണ്ടും കൂടെ മിക്സറായിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന രണ്ടും കൂടെ ഒന്ന് ചാക്കി വെക്കും. അല്പം കായം കൂടെ ചേർക്കുക. ഈ അച്ചാറുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമന്റ് കൂടെ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ. Bye guys.